പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു കേട്ടുകൊണ്ട് നമ്മുടെ വിചിന്തനങ്ങൾ ആരംഭിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം, അധ്യായം 2, 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൈവം നമ്മളെ അറിയിക്കുകയാണ് തൻ്റെ ദൂതന്മാർ വഴി. സദ്വാർത്ത, സന്തോഷം നൽകുന്ന വാർത്ത ഇതാണ്: നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി എന്ന് പറയുന്നത് ഇടയന്മാരോടാണ്. അത് സകല ജനങ്ങളുടെയും പ്രതിനിധികളായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തിനോ രാഷ്ട്രത്തിനോ സമൂഹത്തിനോ മാത്രമല്ല, ദൈവം നൽകുന്ന രക്ഷ എല്ലാവർക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെയല്ലേ ആ രക്ഷകൻ്റെ ജനനത്തെ ഒരു കേന്ദ്രബിന്ദുവാക്കി കണക്കാക്കിക്കൊണ്ട് ആ രക്ഷകൻ്റെ ജനനത്തിന് മുൻപും പിമ്പും എന്ന രീതിയിൽ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച് കാണുന്നത്. ആന്നോ ഡോമിനി, അല്ലെങ്കിൽ കർത്താവിൻ്റെ വർഷം എന്ന് യേശുവിൻ്റെ ജനനത്തിന് പിമ്പും, ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ BC, രക്ഷകൻ്റെ വരവിന് മുമ്പ് എന്ന് അതിനു മുമ്പുള്ള ചരിത്രവും കുറിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ തന്നെ നടുനായകത്വം യേശുവാണ്, മനുഷ്യനായി അവതരിച്ച ദൈവമാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് AC എന്നും BC എന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്തു എന്ന പേര് പറയുന്നത് പോലും എന്തോ കുറവായി തോന്നിയത് കൊണ്ടാവാം. ബിഫോർ കോമൺ ഈറ എന്നും BCE എന്നും ആഫ്റ്റർ കോമൺ ഈറ ACE എന്നും ഇന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഈ തുടങ്ങുന്നത് അങ്ങനെ ആയിരുന്നില്ല. AD എന്ന് പറഞ്ഞാൽ ആന്നോ ഡോമിനി, കർത്താവിൻ്റെ വർഷം. തുടങ്ങാനായിട്ട് കണക്കാക്കിയിരുന്നത് യേശുവിൻ്റെ ജനനത്തെ ഒരു പ്രത്യേക കേന്ദ്രമായി കണക്കാക്കിക്കൊണ്ട് ആ ജനനത്തെ 0 വർഷമായി കണക്കാക്കുകയും ജനത്തിന് മുമ്പുള്ളത് ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപ് എന്നും അതിനുശേഷമുള്ളത് ആഫ്റ്റർ ക്രൈസ്റ്റ്, ദ ഇയർ ഓഫ് ദ ലോർഡ് ആന്നോ ഡോമിനി എന്നും വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ചരിത്രത്തെ രണ്ടായി പിളർക്കുന്ന, അഥവാ ചരിത്രത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ആഗോള സഭയിൽ, ലോകം മുഴുവനും. ആ സംഭവം ഇതാണ്: ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതുവരെ ഉണ്ടായിരുന്ന ദൈവം തൻ്റെ വചനം അയക്കുമായിരുന്നു, പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിരുന്നു, പല രീതിയിൽ ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ പൂർവികരോട് പണ്ടുകാലത്ത് പല രീതിയിലും വിധത്തിലും ദൈവം നമ്മോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകൾ തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതാണ്: ദൈവം തൻ്റെ പുത്രൻ വഴി ഇന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും: വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം തൻ്റെ കൂടാരം മനുഷ്യരോട് കൂടി സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുകയാണ്, അഥവാ അത് നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇത് പൊടുന്നനെ സംഭവിച്ച ഒരു കാര്യമല്ല, ഇതൊരു ആക്സിഡൻ്റലായിട്ടുണ്ടായതല്ല. നൂറ്റാണ്ടുകളായി ദൈവം ഒരുക്കിക്കൊണ്ടുവന്നതാണ് ഈ മനുഷ്യാവതാരം.
മനുഷ്യ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ഈ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ഛായയിലും സദൃശ്യത്തിലും പൂർണ്ണതയിൽ പ്രകടമാകാൻ പോകുന്ന മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് കാണാം. ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിരൂപമാണ്, അവൻ സത്യയുടെ പ്രതിച്ഛായയാണ് യേശുക്രിസ്തു. വചനം മാംസമായി എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ ഛായയും സദൃശ്യവും പിന്നീട് ജനിക്കാനിരുന്ന മനുഷ്യപുത്രനായ അഥവാ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഛായയും സദൃശ്യവുമായിരുന്നു. അടുത്തപടി വാഗ്ദാനം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം പുറത്തേക്ക് അയക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. അത് സർപ്പത്തിന് കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. സർപ്പവും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. പ്രോട്ടോ എവങ്കേലിയും, ആദ്യ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. മനുഷ്യന് തിന്മയുടെ മേൽ ദൈവം തന്നെ വിജയം നൽകും, അതിന് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കും, സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി അവതരിക്കും എന്ന ഒരു സൂചനയാണ്. അവ്യക്തമാണെന്നുണ്ടെങ്കിലും ഈ ഉൽപ്പത്തി 3:15 കാണുക. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, അബ്രാഹത്തെ ദൈവം വിളിക്കുന്നു ഒരു ജനതയുടെ പിതാവാകാൻ വേണ്ടി. അബിറാം എന്ന വ്യക്തിയെ അബ്രഹാം എന്ന പേര് കൊടുത്ത് ആ അബ്രാഹത്തിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിനക്ക് സന്തതി ഉണ്ടാകും. ആ വാഗ്ദാനത്തിന് പുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു, സമ്പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രതീകമായി. ആ സമ്പൂർണ്ണ സമർപ്പണത്തിന് അബ്രാഹാം തയ്യാറായപ്പോൾ ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. തൻ്റെ വാഗ്ദാനം അവിടുന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോക ജനതകളെല്ലാം അനുഗ്രഹീതമാകും. നിൻ്റെ സന്തതിയിലൂടെ ലോക ജനതകളെല്ലാം അനുഗ്രഹീതമാകും. അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. ലോക ജനതകൾ മുഴുവനും അനുഗ്രഹീതമാകും. BC 1800 നടക്കുന്ന ഒരു പ്രവചനമാണിത്. അനേകം പ്രവചനങ്ങൾ നമ്മൾ ഇങ്ങനെ കാണും. ചുരുക്കം ചില പ്രവചനങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ബൈബിളിൽ കാണുന്ന ചില പ്രവചനങ്ങൾ. യാക്കോബ് തൻ്റെ മക്കളെ ആശീർവദിക്കുമ്പോൾ യൂദായ്ക്ക് കൊടുക്കുന്നൊരു ആശീർവാദമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയുമില്ല. അപ്പോൾ യൂദായുടെ സന്തതി പരമ്പരയിൽ നിന്ന് ഒരു രാജാവ് വരും, അവനായിരിക്കും അധികാരദണ്ഡ് അഥവാ ചെങ്കോൽ, അവൻ രാജാവായിരിക്കും, അധികാരമുള്ളവനായിരിക്കും. അപ്പോൾ അബ്രാഹത്തിൻ്റെ മകൻ യാക്കോബിൻ്റെ 12 മക്കളിൽ യൂദ എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വരുന്നു. ആ യൂദായിൽ നിന്നായിരിക്കും വരാൻ പോകുന്ന മിശിഹ, വരാൻ പോകുന്ന രക്ഷകൻ എന്ന സൂചനയാണ് ഇവിടെ കൊടുക്കുക. മോവാബ് സമതലത്തിൽ പാളയമടിച്ച ഇസ്രായേൽ ജനത്തെ ശപിച്ചു തോൽപ്പിക്കാൻ വേണ്ടി ബാലാഖ് രാജാവ് യൂഫ്രട്ടീസ് നദീതീരത്തു നിന്ന് വിളിച്ചു വരുത്തിയ പ്രവാചകനാണ് ബാലാം. ജനത്തെ ശപിച്ചു തോൽപ്പിക്കുക എന്നതായിരുന്നു ബാലാക്കിൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം അനുഗ്രഹിച്ചവരെ ശപിക്കാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞ ബാലാമിലൂടെ ദൈവം തന്നെ ഒരു പ്രവചനം നൽകുകയാണ്. രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനം സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. നക്ഷത്രവും ചെങ്കോലും രാജകീയ പ്രതീകങ്ങളാണ്. ആ നക്ഷത്രത്തിൻ്റെ ഒരു അനുസ്മരണമാണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ക്രിബുമായി ബന്ധപ്പെടുത്തി ലോകത്തെല്ലായിടത്തും കാണുന്നത്. പ്രത്യാശയുടെ അടയാളമാണ് നക്ഷത്രം. ഈ നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ജ്ഞാനികൾ വരുന്നത്. മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്ക് അവൻ നക്ഷത്രം ഞാൻ കണ്ടു, ഇവിടെയാണ് യൂദായിൽ രാജാവായി ജനിച്ചവൻ. ഈ വാഗ്ദാനങ്ങൾ കുറേ കൂടി കോൺക്രീറ്റൈസ് ചെയ്യുകയാണ്. യൂദായിൽ നിന്ന് വന്ന് അത് ദാവീദിൽ കേന്ദ്രീകരിക്കുകയാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ദീർഘമായ പ്രവചനമുണ്ട്. നാഥാൻ പ്രവാചകൻ വഴി നൽകുന്ന പ്രവചനം. ആ പ്രവചനം സങ്കീർത്തകനെടുത്ത് ഇപ്രകാരമാണ് ചുരുക്കി പറയുന്നത്. 89-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി, എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും, നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. ദാവീദിൻ്റെ സന്തതി എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കും.
പ്രവാചകന്മാരിലേക്ക് വരുമ്പോഴേക്കും വളരെ വ്യക്തമായി ആവർത്തിക്കുകയാണ് ഈ പ്രവചനങ്ങൾ. യേശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായ പ്രവചനമുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം തന്നെ നൽകുന്ന അടയാളമാണ്. ഹെബ്രായ ഭാഷയിൽ അൽമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുക. പ്രത്യേക സാഹചര്യത്തിലാണത്. അൽമ എന്നാൽ യുവതി എന്ന ഗർഭധാരണ ശേഷിയുള്ള ഒരു സ്ത്രീ എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ അത് പിൽക്കാലത്ത് ഒരു പ്രവചനമായി കണക്കാക്കി രക്ഷകനെക്കുറിച്ച് പ്രവചനമായി മനസ്സിലാക്കിയപ്പോൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തവർ പർത്തേനോസ് എന്ന് വ്യക്തമായി തർജ്ജമ ചെയ്തു. പർത്തേനോസ് എന്ന വാക്കിന് കന്യക എന്നാണ് അർത്ഥം. അതുതന്നെയാണ് മത്തായി സുവിശേഷം എടുത്ത് പറയുന്നത്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം നിറവേറാൻ വേണ്ടിയാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് യേശുവിൻ്റെ കന്യാജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശയ്യായുടെ പുസ്തകം അത് BC 8-ാം നൂറ്റാണ്ടിലാണ്, 750 യേശയ്യായിൽ തന്നെ വീണ്ടും ധാരാളം പ്രവചനങ്ങളുണ്ട്. 9-ാമത്തെ അധ്യായം, യേശയ്യ 9-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുക: അന്ധകാരത്തിൽ കഴിഞ്ഞ് ജനം മഹത്തായൊരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദയം ചെയ്തു. വലിയ പ്രകാശം. അന്ധകാരം നിരാശയുടെ, പ്രത്യാശയില്ലാത്ത അവസ്ഥയുടെ പ്രതീകമാണല്ലോ. പ്രകാശമാകട്ടെ പ്രത്യാശയുടെയും. അപ്പോൾ വലിയ ദുഃഖത്തിലും നിരാശയിലും ആശയേറ്റ് കഴിഞ്ഞവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ് ഈ നക്ഷത്രം. ഒരു പ്രകാശം ഉദയം ചെയ്തു. 6-ാമത്തെ വാക്യം, യേശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും ഇത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. അപ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിൽ പ്രകാശമായിട്ട് ഉദയം ചെയ്തിരിക്കുന്ന മിശിഹ വരും എന്ന പ്രതീക്ഷ വളരെ ശക്തമായി അവതരിപ്പിക്കുകയാണ് യേശയ്യ പ്രവാചകൻ 9-ാമത്തെ അധ്യായത്തിൽ. 11-ാമത്തെ അധ്യായത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ് ഈ രാജാവ് നീതിനിഷ്ഠനായ രാജാവായിരിക്കും. 11-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി ഈ പ്രവചനം അവതരിപ്പിക്കുകയാണ്. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുന്ന ശക്തനായ ഒരു രാജാവായി ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് കിളുത്തു വരുന്നവൻ ദാവീദിൻ്റെ പുത്രനാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ നടന്ന പ്രവചനങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ് മിഖാ പ്രവാചകൻ്റെ. ഏതാണ്ട് യേശയ്യായുടെ സമകാലികനായ മിഖാ പ്രവാചകൻ കൃത്യമായിട്ട് പ്രവചിക്കുന്നു എവിടെയാണ് ഈ രക്ഷകൻ ജനിക്കാൻ പോകുന്നത്. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. ബേത്ലഹേമിലായിരിക്കും ജനിക്കുക. ഈ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് ജോസഫും മറിയവും കൂടി യൂദായിലുള്ള ബേത്ലഹേമിലേക്ക് പോയത്. ബേത്ലഹേമിലായിരിക്കുമ്പോഴാണ് യേശു ജനിക്കുക. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വായിച്ചത് ഓർക്കുക. അവർ ബേത്ലഹേമിലായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം ജോസഫും മറിയവും കൂടി അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് ഗലീലിയിലെ നസറത്തിൽ നിന്ന് യൂദയായിലെ ബേത്ലഹേമിലേക്ക് പോയത്. അവർ ബേത്ലഹേമിലായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. അല്പം ഒരു ദുഃഖത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്ന് തോന്നും. എന്തുകൊണ്ടാണ് ഈ ശിശു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുക? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഏത് ശിശുവിൻ്റെയും അവസ്ഥയാണ്. ഇപ്പോൾ സർവശക്തനായ ദൈവം ഒരു ശിശുവായി അവതരിച്ചിരിക്കുന്നു. മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ് പിള്ളക്കച്ചകൾ, കുഞ്ഞുങ്ങളെ പൊതിയുന്നത് പോലെ. പക്ഷേ എന്തുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തി? നമ്മൾ സാധാരണ പുൽക്കൂട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പുൽക്കൂടെന്ന് പറയുമ്പോൾ പുല്ലുകൊണ്ടുണ്ടാക്കിയൊരു കൂടെന്നാണ് അർത്ഥമാക്കി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതല്ല ബൈബിളിലേത്. പുൽക്കൂടല്ല, പുൽത്തൊട്ടിയാണ്. ആ കന്നുകാലികളെ വളർത്തുന്ന സ്ഥലം ഒരു ഗുഹയായിരിക്കാം, ഒരു തൊഴുത്തായിരിക്കാം. പക്ഷേ അത് ഈ ഗുഹയാണ് ഇവിടെ.
അവിടെ കന്നുകാലികൾക്ക് തീറ്റയിടുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി. ഏറ്റവും ശുദ്ധിയുള്ളതും അല്പം ചൂട് കിട്ടുന്നതുമായ സ്ഥലമാണ് പുൽത്തൊട്ടി. അതുകൊണ്ടാണ് നവജാത ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തുക. പക്ഷെ അതോടൊപ്പം മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, പ്രതീകാത്മകമായ അർത്ഥം. തീറ്റി സൂക്ഷിക്കുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി, കന്നുകാലികൾക്കുള്ള തീറ്റ. അവിടെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. പിന്നീട് അവൻ പറയും, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. മനുഷ്യന് ഭക്ഷണമായി നൽകുന്നവൻ, അപ്പമായി തീരുന്നവൻ ഇന്ന് പുൽത്തൊട്ടിയിലാണ് കിടക്കുക. ആ കിടക്കുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ബേത്ലഹം എന്നാണ് പേര്, അപ്പത്തിൻ്റെ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ ജനത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി, മനുഷ്യന് ജീവൻ നൽകാൻ സ്വന്തം ശരീരം അപ്പമായി നൽകുന്നവൻ ജനിക്കുന്നത് അപ്പത്തിൻ്റെ വീട് എന്നു പേരുള്ള ബേത്ലഹത്ത്, കിടക്കുന്നത് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റിയിടുന്ന പുൽത്തൊട്ടിയിൽ. ഇത് പാവപ്പെട്ടവരോടുള്ള ഒരു താതാത്മീകരണം കൂടിയാണെന്ന് ഓർക്കുക. പിറക്കാൻ ഇടം കിട്ടാത്തവനാണ്. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആൾത്തിരക്കുണ്ടായതുകൊണ്ടാവാം, അല്ലെങ്കിൽ സത്രത്തിൽ വേണ്ട പണം കൊടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പാവപ്പെട്ടവരിൽ ഒരുവനായി, പിറക്കാൻ ഇടം നിഷേധിക്കപ്പെട്ടവനായി സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് മാറുന്നവനാണ്. ഈ പുറമ്പോക്കിൽ കഴിയുന്നവൻ്റെ അടുക്കിലേക്കാണ് ദൈവം മനുഷ്യനായി കടന്നു വരുന്നത്. ഇത് വലിയൊരു സന്തോഷകരമായ വാർത്ത കൂടിയാണെന്ന് ഓർക്കുക. ദൈവം എല്ലാവർക്കും സംലഭ്യനാണ്. എല്ലാവർക്കും, ആരെയും ഒഴിവാക്കുന്നില്ല. ആരുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അവൻ അജ്ഞാതമല്ല. വീടില്ലാത്തവൻ്റെയും കിടക്കാൻ ഇടമില്ലാത്തവൻ്റെയും അഭയാർത്ഥികളുടെയും അലയുന്നവരുടെയും ഒക്കെ വേദനകൾ അവൻ സ്വന്തമാക്കുകയാണ്. അടുത്തപടി നമ്മൾ വായിച്ചു കേട്ടു, ആർക്കാണ് ഈ സദ്വാർത്ത ആദ്യമായിട്ട് അറിയിക്കപ്പെട്ടത്? ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാരാണ്. ഇടയന്മാരെ പൊതുവെ അശുദ്ധരായിട്ടാണ് സമൂഹം കരുതിയിരുന്നത്. 2 കാരണങ്ങളാൽ. ഒന്ന്, അവൻ്റെ തൊഴിൽ ആടുകളോട് അടുത്ത് നിൽക്കുന്നുണ്ട്, അവൻ ആടിൻ്റെ മണമുണ്ടാകും, അപ്പോൾ ഒരു ദുർഗന്ധമുണ്ടാകുമെന്നാണ് പറയുക. അത് തന്നെയുമല്ല, ഇടയന്മാർ പലപ്പോഴും ആടുകളെ മോഷ്ടിക്കാറുണ്ടായിരുന്നു അത്രേ. ഈ 2 കാരണങ്ങളാൽ ഇടയന്മാരെ പൊതുവെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു. തന്നെയുമല്ല, അവർ ആടുകളെയും കൊണ്ട് പട്ടണത്തിന് പുറത്താണ് താമസിക്കുക. അവരും പുറംപോക്കിലാണ്. ആടുകൾക്ക് കാവലിരുന്നവരായിരുന്നു. രാത്രിയിൽ അവർ കാവലിരിക്കുകയാണ്. കാത്തിരുന്ന ഈ പാവപ്പെട്ടവരുടെ അടുക്കിലേക്കാണ് ദൈവിക ദർശനമുണ്ടായത്. ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നത് ഇടയന്മാർക്കാണെന്ന് ഓർക്കുക. അവിടുന്ന് നൽകുന്ന സന്ദേശം ഇതാണ്: ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ അനുഭവം, പ്രതികരണം ഭയമാണ്. അപ്പോൾ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ദൈവിക സാന്നിധ്യം ഭയപ്പെടുത്താനല്ല, നശിപ്പിക്കാനല്ല, സന്തോഷം നൽകാൻ, സമാധാനം നൽകാൻ. ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ സദ്വാർത്ത എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് പ്രഘോഷിക്കുക എന്ന ഉത്തരവാദിത്വം ആദ്യമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പുറമ്പോക്കിൽ കഴിയുന്ന ഇടയന്മാരെയാണ്. ഹെറോദിസിൻ്റെ കൊട്ടാരത്തിൽ രാജാവിനെയും അവിടെയുള്ള പുരോഹിതന്മാരെയും ആയിരുന്നില്ല. ദൈവം കടന്നു വരുന്നത് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക്, ഏൽപ്പിക്കുന്ന ദൗത്യം അവർക്ക് തന്നെ. എന്താണ് ഈ സദ്വാർത്ത? സദ്വാർത്ത ഇതാണ്: നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അടയാളം ഇതാണ്: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു രാജശിശുവിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു, ദാവീദിൻ്റെ ഗോത്രത്തിലും ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിൻ്റെ പുത്രൻ ജനിക്കും, ജസയുടെ കുറ്റിയിൽ നിന്നുള്ള കിളിർത്തു വരും. അപ്പോൾ രാജകീയ ശിശുവിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് എല്ലാം തെറ്റി. ദൈവം ഇടപെട്ടത് പ്രതീക്ഷകൾക്ക് ഒരുപാട് അതീതമായിട്ടാണ്. എല്ലാവർക്കും കടന്നു വരാവുന്ന, ആരെയും മാറ്റി നിർത്താത്ത ഒരു കാലിക്കൂട്ടിലേക്ക് എല്ലാവർക്കും വരാം. രാജകൊട്ടാരത്തിൽ ചുരുക്കം പേർക്കേ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ദൈവം വന്നിരിക്കുന്ന അവിടെയല്ല, എല്ലാവർക്കും സംലഭ്യനായ രീതിയിൽ. പക്ഷേ അവനെ തിരിച്ചറിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളുണ്ടാവണം. ഇതായിരിക്കും അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഈ ശിശുവിനെ ആരാണ് തിരിച്ചറിഞ്ഞതെന്ന് ഓർക്കുക. തിരിച്ചറിഞ്ഞ് ചുരുക്കം പേരാണ്. രാത്രിയിൽ ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാർ അവരെ തിരിച്ചറിഞ്ഞു. അവർക്ക് ദൈവദൂത സന്ദേശമുണ്ടായി. അവർ തിടുക്കത്തിൽ പോയി ശിശുവിനെ കണ്ടു, സന്തോഷത്തോട് മടങ്ങിപ്പോയി. തങ്ങളുടെ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ, ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നവർ, ഉപജീവന മാർഗത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നവർ, സമൂഹം പുറന്തള്ളിയവർ, സമൂഹം ഒരു സ്ഥാനവും നൽകാത്തവർ, അവരായിരുന്നു ഇടയന്മാർ. അവർക്കാണ് ആദ്യമായിട്ട് സന്ദേശം ലഭിക്കുക. അവർ വന്നു, കണ്ടു, സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. രണ്ടാമത്തേത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ ജ്ഞാനികളെക്കുറിച്ചാണ് പറയുക. മേജായി എന്ന ജ്ഞാനികളെന്ന് പറയും. ജ്ഞാനികൾ അവർ രക്ഷകനെ കാത്തിരുന്നവരാണ്. അവർ ശാസ്ത്രജ്ഞന്മാരാണ്, അറിവുള്ളവരാണ്.
അവർ ബുദ്ധിയുള്ളവരാണ്, അന്വേഷണ ത്വരയുള്ളവരാണ്. പക്ഷേ അവരുടെ ബുദ്ധി തുറന്ന മനോഭാവമുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ഇടപെടലുകൾ മനസ്സിലാക്കാനുള്ള തുറവിയുള്ളവരായിരുന്നു. അടഞ്ഞ ഒരു മനോഭാവമല്ല. എൻ്റെ ചിന്ത മാത്രം, എൻ്റെ തീരുമാനങ്ങൾ മാത്രം എന്ന് കഴിഞ്ഞ് അപ്പുറത്ത് എൻ്റെ യുക്തിക്കും പരിധികളുണ്ടെന്നും ആ യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ സംഭവിക്കാമെന്നും ദൈവം ചരിത്രത്തിൽ ഇടപെടുമെന്നും വിശ്വസിച്ച വ്യക്തികൾക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചു. കിഴക്ക് അവൻ നക്ഷത്രം കണ്ടു, അവനെ ആരാധിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ തുറവിയുള്ള മനോസോടുകൂടി കാത്തിരിക്കുന്ന ഏവർക്കും ലഭ്യമാണ് ഈ സുവിശേഷം, ദൃശ്യമാണ് ഈ മനുഷ്യാവതാരം. ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണും അവിടെ ശിമയോൻ, ഹന്ന എന്നീ 2 വൃദ്ധർ മാത്രമാണ് തിരിച്ചറിയുക. ലൂക്കാ എഴുതിയ സുവിശേഷത്തിലാണത്. വീണ്ടും ദേവാലയത്തിൽ കൊണ്ടുവന്ന ശിശുവിനെ തിരിച്ചറിയുന്നത് ഇവന് വേണ്ടി വർഷങ്ങളായി കാത്തിരുന്ന ശിമയോനായിരുന്നു. അതുപോലെ തന്നെ വൃദ്ധനായ ശിമയോനും വൃദ്ധയായ ഹന്നായും. അപ്പോൾ ചുരുക്കം പേര് മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. എവിടെയാണ് രക്ഷകൻ, എവിടെയാണ് ഇസ്രായേലിൻ്റെ രാജാവായി ജനിച്ചവനെന്ന് ചോദിക്കുമ്പോൾ കണക്കുകളൊക്കെ കൂട്ടി ശാസ്ത്രികൾ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം ജനിക്കാൻ പോകുന്ന ബേത്ലഹത്തായിരിക്കും. അപ്പോൾ ഹെറോദസിനും പുരോഹിതന്മാർക്കും മനസ്സിലായി ബേത്ലഹത്ത് ശിശു ജനിച്ചു. പക്ഷേ അവനെ അന്വേഷിച്ച് കണ്ടെത്താനോ ആരാധിക്കാനോ അല്ല, നശിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഒരു ഭാഗത്ത് സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നവർ, മറുഭാഗത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ഒരു ശിശുവിൻ്റെ ജനനത്തെ സന്തോഷകരമായി കാണുന്നവർ, ഭീഷണിയായി കണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവർ. ഈ 2 വിഭാഗങ്ങൾ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇന്നും അതുതന്നെയല്ലേ സംഭവിക്കുക. ഒരു ശിശുവിൻ്റെ ജനനമാണ് ഇവിടെ സദ്വാർത്തയായിട്ട് അറിയിക്കുന്നത്. ഓർക്കുക, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇന്ന് ശിശുക്കളുടെ ജനനത്തെ സന്തോഷമായി കാണുന്നവരുണ്ട്, ആഘോഷിക്കുന്നവരുണ്ട്. അതേസമയം ഒരു ശിശുവിൻ്റെ ജനനത്തെ ഒരു ഭീഷണിയായി കണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. കോടാനുകോടി കുഞ്ഞുങ്ങൾ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്ന, വധിക്കപ്പെടുന്നതിൻ്റെ ചിത്രം, വാർത്ത നമ്മളിന്നും കേൾക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II ജീവൻ്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിൽ എഴുതി വെച്ചു. എപ്രകാരമാണ് ഈ ശിശുക്കൾ വധിക്കപ്പെടുന്നത് യേശുവിനോട് ചെയ്ത അതേ കടുങ്കൈ തന്നെയാണ്. ആധുനിക ഹെറോദസുമാരെക്കുറിച്ചും ആധുനിക ഫറവോമാരെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. ദൈവം നൽകുന്ന ദാനമാണ് ജീവൻ. ആ ജീവൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. ഓരോ ശിശുവിൻ്റെ ജനനത്തിലും ഈ തിരുപ്പിറവി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഓരോ ശിശുവിനെയും ഉന്മൂലനം ചെയ്യുന്നിടത്ത് ഹെറോദേസും ഫറവോയും വീണ്ടും ജനിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിനെ തുരങ്കം വയ്ക്കാനായിട്ട്, തടയാനായിട്ട് ശ്രമിക്കുകയല്ല നമ്മൾ ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇതാ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നമ്മൾ കാണും. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ രക്ഷകനായി കണ്ടവർക്ക് അവന് തിരിച്ചറിയാൻ സാധിച്ചു. നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? ക്രിസ്മസ് ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആഘോഷമാണോ ഇന്ന് സംഭവിക്കുക? ക്രിസ്മസ് എന്ന പേര് പോലും എടുത്തു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്ന് പണ്ടൊക്കെ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ പേര് തന്നെ എടുത്തു കളയുക, ക്രിസ്മസിൽ നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റുക, ക്രിസ്മസ് കാർഡുകളിൽ തന്നെ ക്രിസ്തുവിൻ്റെ പേര് പോലും ഇല്ലാതാകുക, വെറുമൊരു ആഘോഷമായി മാറുക, പണ്ട് കാലത്തുണ്ടായിരുന്ന റോമൻ ആഘോഷം പോലെ. ഇപ്പോൾ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആണോ നമ്മൾ ആഘോഷിക്കുന്നത്, അതോ രക്ഷകനായ ദൈവം പിറന്നതിൻ്റെ സന്തോഷമാണോ? നമ്മളോട് തന്നെ ചോദിക്കുക. ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ സന്നദ്ധമാണെങ്കിൽ നമുക്ക് കിട്ടും വലിയ സന്തോഷത്തിന് സദ്വാർത്ത, സമാധാനത്തിന് സദ്വാർത്തയാണ്. സമാധാനം കൊണ്ടുവരുന്നവനാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം സമാധാനമാണ്. ദൈവം നമുക്ക് നൽകുന്ന സമാധാനം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. മനസ്സുണ്ടായാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങളും ഉണ്ടാകണം. ദൈവ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. അപ്പോൾ ഹൃദയം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് തുറക്കാം. കർത്താവ് നൽകുന്ന സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപാട് അസമാധാനത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് മതപീഡനങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ നടക്കുമ്പോഴും ഓർക്കണം, ഇന്നും ദൈവം നമ്മെ കൈവെടിഞ്ഞിട്ടില്ല. ഇതാ നിങ്ങൾക്കായി ഒരു ശിശു, ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ രക്ഷകനെ സ്വീകരിക്കാനായി ഹൃദയം തുറക്കാം. അവൻ്റെ ശാന്തിയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.